വെൽക്കം ടു നെക്സോരീന ടോക്സ്. നെക്സോരീന ടോക്സിൽ ഇന്ന് സംസാരിക്കുന്നത് ബെറ്റർ കോൾ സോൾ സീസൺ 2 എപ്പിസോഡ് 5 ആയിട്ടുള്ള റെബേക്കയെ കുറിച്ചാണ്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പണ്ടത്തെ ഒരു കാഴ്ചയിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത് ജിമ്മി HHMൽ ഒരു മെയിൽ റൂം ബോയ് ആയിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം ചക്കിന്റെ പാർട്ണറായിട്ടുള്ള റെബേക്കയെ ജിമ്മി ആദ്യമായി കാണാൻ വരുന്ന രംഗമാണ് കാണുന്നത്. ചക്കിന് റെബേക്കയ്ക്ക് ജിമ്മി ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ സ്വതസിദ്ധമായ സംഭാഷണ ശൈലിയിലൂടെ ജിമ്മി റെബേക്കയുമായിട്ട് പെട്ടെന്ന് തന്നെ ചങ്ങാത്തം സ്ഥാപിച്ചു. ജിമ്മിയുടെ ഈ ഒരു സംസാരശേഷി, അതായത് ആൾക്കാരെ പറഞ്ഞു വീഴ്ത്താനുള്ള സംസാരശേഷി ആദ്യമായിട്ട് ചക്ക് ഒരു അസൂയ പോലെ കാണുന്നത് ഈ സീനിലാണ്. ചക്കിന് ശരിക്കും ധാരാളം അറിവുണ്ടെങ്കിലും ആൾക്കാരുമായിട്ട് സംസാരിച്ച് അവരെ വീഴ്ത്താൻ ഒരു കഴിവില്ലാതെ ചക്കിനെ ജിമ്മിയിലൊരു അസൂയ ഉളവാക്കുന്നുണ്ട്. പിന്നീട് ഈ എപ്പിസോഡ് മുന്നേറുന്നത് കിമ്മിൻ്റെ വെർഷനിലൂടെയാണ്. കിമ്മിനെ തൻ്റെ ജോലിയിൽ നിന്നും തരം താഴ്ത്തി വേറൊരു സെക്ഷനിലേക്ക് ആക്കിയിരിക്കുകയാണ് HHM. അപ്പോൾ അതിൽ നിന്നും തൻ്റെ പഴയ പൊസിഷൻ തിരിച്ചു കിട്ടാൻ വേണ്ടി കിമ്മ് ഒഴിവ് സമയങ്ങളിൽ പല ക്ലയൻസിനെയും HHMലേക്ക് ചേർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ കഠിനമായിട്ടുള്ള പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് വലിയൊരു ഫേം HHMൻ്റെ ക്ലയൻ്റായിട്ട് വരുന്നുണ്ട്. പക്ഷേ അവർ ക്ലയൻ്റായിട്ട് വന്നിട്ട് കൂടി ഹൊവാർഡ് കിമ്മിനെ പഴയ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നില്ല. അവളെ വീണ്ടും ആ താഴ്ന്ന പൊസിഷനിലേക്ക് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നത്. മറുഭാഗത്ത് ജിമ്മിയുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കാനായിട്ട് ഒരു ജൂനിയർ വക്കീലിനെ ഡേവിസ് ആൻഡ് മെയിൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ജിമ്മിക്ക് ഒരു ശ്വാസം മുട്ടിക്കൽ തീരുമാനമാണ്. കാരണം ജിമ്മി ചെയ്യുന്ന ഓരോ ഡിസിഷനിലെയും കറക്റ്റ് നിയമത്തിൻ്റെ കൂടെയുള്ള രീതിയിലാണ് ജൂനിയർ വക്കീലും മുന്നോട്ട് പോകുന്നത്. ഇത് ജിമ്മിയുടെ പല സ്മാർട്ടായ തീരുമാനങ്ങൾക്കും ഒരു വിലങ്ങുതടിയായിട്ട് മാറുന്നുണ്ട് ഈ എപ്പിസോഡുകളിൽ. ഇനി നമ്മുടെ മൈക്കിൻ്റെ വെർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടൂക്കോയെ വളരെ വിദഗ്ധമായിട്ട് തന്നെ അദ്ദേഹത്തിന് ജയിലിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ടൂക്കോയുടെ അങ്കിളായിട്ടുള്ള ഹെക്ടർ സലമാങ്കയുടെ ആദ്യത്തെ വരവാണ് നമ്മുടെ ബെറ്റർ കോൾ സോളിൽ. അദ്ദേഹം വന്നിട്ട് തൻ്റെ മരുമകൻ ചെയ്തത് തെറ്റാണെന്നും അദ്ദേഹത്തെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ ടൂക്കോ ഉപയോഗിച്ച ഗണ്ണ് മൈക്കിൻ്റേതാണെന്ന് മൊഴി നൽകണമെന്നും അതിനായിട്ട് $5000 പ്രത്യുപകാരം ഓഫർ ചെയ്തിട്ടാണ് ഹെക്ടർ സലമാങ്ക പോകുന്നത്. ഈ ഓഫർ നമ്മുടെ മൈക്ക് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം ഇനി തുടർന്നുള്ള എപ്പിസോഡുകളിൽ കാണാം. കൂടാതെ കിമ്മും ചക്കും തമ്മിലുള്ള ഒരു സംഭാഷണം ഈ എപ്പിസോഡിൽ വരുന്നുണ്ട്. അതിൽ ചക്ക് ഹൊവാർഡ് എടുത്ത തീരുമാനത്തെ നമുക്ക് പരിശോധിക്കാമെന്നും ജിമ്മി എത്ര നല്ലവനായിട്ട് അഭിനയിക്കാൻ ശ്രമിച്ചാലും അദ്ദേഹം എപ്പോഴും ഒരു നമ്മുടെ സ്ലീപ്പിംഗ് ജിമ്മി തന്നെയാണെന്ന് കിമ്മിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന രംഗങ്ങളാണ്. ഇതൊക്കെ ഇനി കഥയുടെ തുടർന്നുള്ള ഗതിയിൽ എങ്ങനെ വരുമെന്നുള്ളത് തുടർന്നുള്ള എപ്പിസോഡുകൾ നമുക്ക് കാണാം.